നേരത്തെ എന്നോട് ഇപ്പോൾ പറഞ്ഞപ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് ചിലപ്പോൾ ഒച്ചപ്പാടിലൂടെയാണെന്നുള്ളത്. എനിക്ക് ഭയം ഉണ്ടാകുന്നത് സൈലൻറ്റിലാണ്. എൻ്റെ ഒരു ഭയം എനിക്ക് സൈലൻറ്റ്. പിന്നെ ഇരുട്ട്. നമ്മളിപ്പോൾ നല്ല ഒച്ചയിൽ വരുമ്പോൾ ഈ ഇഷ്ടംപോലെ ഇരുട്ടുണ്ട് ഇതിനകത്ത്. അതാണ് ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ അങ്ങനെയൊക്കെയാണ് ഭയപ്പെടുന്നത്. അല്ല, ഈ നേരത്തെ പറഞ്ഞ ഇപ്പോഴത്തെ സിനിമകളിൽ പറഞ്ഞ പോലെ വലിയ സൗണ്ടുകൾ ഉണ്ടാക്കി ഭയപ്പെടുത്തുന്ന രീതിയാണ്. കാലഘട്ടം മാറുന്ന അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം പറഞ്ഞതനുസരിച്ച് അങ്ങനെ അല്ല ശരിക്കും. ഓരോ നമുക്ക് എപ്പോഴാണ് പേടി തോന്നുന്നത്? ഇപ്പം നമ്മളൊരു ആക്സിഡൻറ്റിനെ പറ്റി കേൾക്കുന്നത്, വളരെ മോശമായ ഒരു സംഭവം മാർഗങ്ങൾ നടന്നു, നമ്മൾ ഉടനടി ആലോചിക്കുന്നത്, അയ്യോ നമ്മുടെ മക്കൾക്ക് അങ്ങനെയൊന്നും വരല്ലേ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർ എന്തിനാണ്. അതെ. അപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും, പക്ഷേ ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവർക്കിത് വരത്തില്ലായിരുന്നു, എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യാൻ പോയത് എന്നും നമ്മൾ തോന്നിപ്പിക്കും. എന്നെ സംബന്ധിച്ച് അത് പേടിയാണ്. അതെ, അതാണ് പേടി, അതാണ് യഥാർത്ഥ പേടി. മുന്നോട്ടുള്ള ചിന്ത. അവിടേക്ക് ഓഡിയൻസിനെ തള്ളി നമ്മൾ കൊണ്ടുവരികയാണ്. വലിച്ച് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ട് നിർത്തുക. എന്നാ പേടിച്ചോ? മനസ്സിലായി. അല്ല, ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ ഒരു കാര്യം കൂടെ അതിൽ നിന്ന് തന്നെ പോവാം. ഈ സിനിമ കണ്ടുകഴിയുമ്പോൾ ചില കുട്ടികളിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് എൻ്റെ കുട്ടിക്ക് സംഭവിക്കാതിരിക്കും അങ്ങനെ പ്രാർത്ഥന. ഇപ്പോൾ സിനിമാ മേഖലയിൽ ആകെ പ്രശ്നങ്ങളാണല്ലോ. എന്ത് പ്രശ്നം? മൊത്തം സിനിമയിലെ വയലൻസാണ്. ഇവിടെ ഉണ്ടാകുന്ന കൊലപാതകം, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മയക്കുമരുന്ന്, സിനിമ കണ്ടിട്ടാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ആകുന്നതെന്നാണ് പറയുന്നത്. ഒരു മറു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ കുട്ടികൾ നമ്മുടെ വീടിനകത്തിരുന്ന് കാണുന്ന സീരീസാണ് സ്ക്വിഡ് ഗെയിം. ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ ഒരു സീരീസാണ് സ്ക്വിഡ് ഗെയിം. രണ്ട് പന്ത്രണ്ട്. അതിലെ വയലൻസ് കണ്ടാലുണ്ടോ നിങ്ങൾക്ക് സഹിക്കത്തില്ല. അതായത് അൺഇമാജിനബിൾ വയലൻസ് ആണ് അത്. കൊല്ലുക എന്നുള്ളതാണ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, ഇഫ് യു വാണ്ട് ടു ലിവ് ഇൻ എ ഗെയിം യു ഹാവ് ടു കിൽ. അതാണ് എൻ്റെ ബേസിക് സംഭവം. നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ഗെയിംസ് ഇല്ലേ, അതെല്ലാം ഷൂട്ടിംഗ് അല്ലേ. അമേരിക്കയിലെ സ്കൂളുകളിൽ എത്രയോ കുട്ടികൾ പരസ്പരം വെടിവെച്ച് കൊല്ലുന്നു. ആരെല്ലാം സിനിമ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സിനിമ കണ്ടിട്ടാണ് ആൾക്കാരിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്. ഒന്ന്. പോയിന്റ് നമ്പർ 2, അത് സിനിമയെ നിങ്ങൾ കുറ്റം ആരോപിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. സിനിമ അതൊരു ബിസിനസ്സാണ്. സിനിമ ഒരു വർക്ക് ഓഫ് ആർട്ട് ആണോ എന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരുന്നില്ല. അതൊരു ബിസിനസ്സാണ്. 10 കോടി രൂപ മുടക്കിയിട്ട് 100 കോടി രൂപ ഉണ്ടാക്കാനുള്ള ആൾക്കാർ ഇറങ്ങിത്തിരിക്കുന്ന ബിസിനസ്സാണത്. പാലം കെട്ടാൻ വേണ്ടിയിട്ട് 10 രൂപ ചിലവാക്കിയിട്ട് 100 രൂപയുടെ ബില്ലടിച്ചെടുക്കുന്നതിന് നിങ്ങൾ ഇതിനെ കുറ്റം പറയത്തില്ലല്ലോ. ശരിയാണ്. ഈ പറഞ്ഞ ഈ പാലത്തിൻ്റെ കാര്യം പറയുമ്പം ഒത്തിരി ഉദാഹരണങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് പറയുന്നത്, എനിക്ക് മനസ്സിലായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പോയിന്റ് എങ്ങനെയാണ് പാലത്തിൻ്റെ? അതായത് 10 രൂപ മുടക്കിയിട്ട് 100 രൂപയുടെ ബില്ലടിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു പാലം പണിയുന്നൊരു ബിസിനസ്സുകാരൻ. പാലം വീഴുന്നവരെ ആർക്കും പ്രശ്നമൊന്നുമില്ല. പാലം വീണ് കഴിയുമ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറയുന്നത്. അതുപോലൊരു ബിസിനസ്സാണ് സിനിമയും. നിങ്ങൾ അവരെ മാത്രം എന്തിനാണ് കുറ്റം പറയുന്നത്? അത് മാറ്റി നിർത്തിയിട്ട് ചുറ്റുവട്ടം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു തലമുറ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് യൂത്ത് ഈസ് ഗോയിങ് ടുവേർഡ്സ് അഫിനിറ്റി ടുവേർഡ്സ് വയലൻസ്? എന്തുകൊണ്ടാണ്? അവർ നിൽക്കുന്ന സമൂഹത്തിൽ അതിനേക്കാൾ വലിയ ഇൻജസ്റ്റിസ് ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.